ലാസ്റ്റ് ഫോർ എവറിന്റെ 1ഉം 2ഉം എപ്പിസോഡുകളാണ് പാർട്ട് 1ൽ നമ്മൾ കണ്ടത്. അതിന്റെ അവസാന ഭാഗത്ത് ഷാവ്യാവോ ഒരു യാചകനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരുന്നു. 1 വർഷത്തോളം അവൾ അവനെ ചികിത്സിച്ചു. ഒരു ദിവസം രാവിലെ ഷാവ്യാവോ മുറ്റത്തിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ആ യാചകൻ പതുക്കെ പതുക്കെ നടന്ന് മുറ്റത്ത് അവളുടെ അടുത്തേക്ക് വന്നു. 1 വർഷത്തിനു ശേഷം ആദ്യമായാണ് ആ യാചകൻ പുറത്തേക്കിറങ്ങുന്നത്. ഇത് കണ്ട് ഷാവ്യാവോ അവനോട് പറഞ്ഞു, നിന്റെ മുറിവുകളൊക്കെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്. നിന്റെ ഒടിഞ്ഞ കാൽ കുറച്ചു കാലം കൊണ്ട് തനിയെ ശരിയായിക്കൊള്ളും. എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് നിനക്ക് നാളെ തന്നെ ഇവിടെ നിന്ന് പോകാം. അവൾക്ക് അവനോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നതിനു മുമ്പേ അവനെ പറഞ്ഞു വിടണം. അതാണ് അവളുടെ മനസ്സിലുള്ളത്. എനിക്ക് പോകാനൊരിടമില്ല എന്ന് ആ യാചകൻ അവളോട് പറഞ്ഞു. എനിക്ക് തോന്നി എന്ന ഭാവമായിരുന്നു ഷാവ്യാവയ്ക്ക്. നിന്റെ പേരെന്താണ് എന്നവൾ ചോദിച്ചു. അവൻ പറഞ്ഞു, നീയാണ് എന്നെ രക്ഷിച്ചത്. അതുകൊണ്ട് ഇനി ഞാൻ നിന്റെ സേവകനാണ്. എനിക്ക് നീ തന്നെ ഒരു പേരിട്ടാൽ മതി. നിന്നെ കണ്ടാൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഭാവിയിൽ നിനക്ക് പരിചയമുള്ള ആരെയെങ്കിലും നീ വീണ്ടും കണ്ടുമുട്ടും. അപ്പോഴും നീ ഞാൻ പറയുന്നത് കേൾക്കുമോ എന്നവൾ ചോദിച്ചു. ഞാൻ കേൾക്കും എന്നവൻ പറഞ്ഞു. ശരി, എന്നാൽ നീ ഇവിടെ താമസിച്ചോ എന്ന് ഷാവ്യാവോ പറഞ്ഞു. ഷാവ്യാവുവിന്റെ ഈ തീരുമാനം അമ്മാവൻ മൂവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മാസവിനും ചാൻസവിനും വളരെ സന്തോഷമായി. പിന്നീട് മാസ ഷാവ്യാവോയോട് പറഞ്ഞു, ലിയോ ചേട്ടാ, ഇവന് ഒരു നല്ല പേരിടണം. ഇവനെ നമുക്കെപ്പോഴും ഭിക്ഷക്കാരെന്ന് വിളിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ഞങ്ങൾക്കിട്ടതുപോലെയുള്ള പേരൊന്നും ഇവനിടരുത് കേട്ടോ. ഇത് കേട്ട് ഷാവ്യാവോ അവനൊറ്റ ചവിട്ടിട്ടു കൊടുത്തു. മാസുവും ചാൻസവും ഷാവ്യാവോയെ ലിയോ ചേട്ട എന്നാണ് വിളിക്കുന്നത്. ഒരു സഹോദരനെ പോലെയാണ് അവർ അവളെ കാണുന്നത്. അവസാനം ഷാവ്യാവോ മാസുവിന്റെ കയ്യിലുള്ള ഇലകളിൽ നിന്നും ഒരു തണ്ടെടുത്തു. എന്നിട്ട് അവരോട് അതിലുള്ള ഇലകൾ എണ്ണാൻ പറഞ്ഞു. അവരത് എണ്ണി നോക്കിയിട്ട് 17 ഇലകളുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഷാവ്യാവോ യാചകനെ നോക്കി പറഞ്ഞു, യാചക, ഇനി നിന്റെ പേര് യേഷിച്ചി എന്നാണ്. യേഷിച്ചി എന്നാൽ 17 ഇലകൾ എന്നാണ് അർത്ഥം. ശരി എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ സമ്മതിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു സഹായിയായി യേഷിച്ചി ഷാവ്യാവോയോടൊപ്പം കൂടി. അവൻ ആ വീട്ടിലെ മുഴുവൻ പണികളും എടുക്കും. ഷാവ്യാവോ ഭക്ഷണം കഴിച്ച പാത്രമെല്ലാം അവൻ കഴുകി വെക്കും. അമ്മാവൻ മൂവിന്റെ തല്ലിൽ നിന്നും അവളെങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ യേഷിച്ചി പാത്രം കഴുകാൻ പോയ സമയത്ത് അമ്മാവൻ മൂ അവനെ പിന്തുടർന്നു. നീ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് അദ്ദേഹം അവനോട് ചോദിച്ചു. അവനപ്പോൾ കുറച്ചു കാലങ്ങൾക്കു മുമ്പ് നടന്ന കാര്യങ്ങൾ ഓർത്തു. സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് മുറിവേറ്റ് തെരുവിൽ കിടന്ന കാലം, ആളുകളെല്ലാം അവനെ അറപ്പോടും വെറുപ്പോടും നോക്കിയിരുന്ന കാലം. ആ ഒരു കാലത്തേക്ക് ഇനിയൊരിക്കലും അവൻ തിരിച്ചു പോയില്ല. ഞാൻ യേഷിച്ചിയാണ് എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് അമ്മാവൻ മൂവിനും സമാധാനമായത്. ഈ യേഷിച്ചിയാണ് നമ്മുടെ കഥയിലെ നായകരിൽ 2ാമത്തെ ആൾ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. യേഷിച്ചി ഷാവ്യാവുവിന്റെ വലം കൈയായി. ആ വീട്ടിലെ എല്ലാ പണികളും അവൻ ചെയ്യും. അതുമാത്രമല്ല, ഷാവ്യാവയെ മരുന്നുണ്ടാക്കാനും സഹായിക്കും. ഓരോ മരുന്നിനുമുള്ള കൂട്ടുകളുടെ അളവുകൾ അവന് കൃത്യമായി അറിയാം. അതിന്റെ ഓരോന്നിന്റെയും ഗുണങ്ങളും അറിയാം. ഇതുകണ്ട് ഷാവ്യാവോ പറഞ്ഞു, ഇവിടെ 2 പേരുണ്ട്. എത്ര കാലം ഞാനവരെ പഠിപ്പിച്ചെന്നോ. ഇനി എനിക്ക് കുറച്ചു കാലം നന്നായി ഒന്ന് വിശ്രമിക്കണം. ഷാവ്യാവോ ഉദ്ദേശിച്ചത് മാസുവിനെയും ചാൻസുവിനെയുമാണ്. പക്ഷേ അവരപ്പുറത്ത് മറ്റൊരു കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണ്. മാസുവിന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ആ പെൺകുട്ടിയുമായുള്ള മാസുവിന്റെ കല്യാണക്കാര്യം സംസാരിക്കാനായി അമ്മാവൻ മൂ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ അച്ഛൻ ചോദിച്ച സ്ത്രീധനം വളരെ വലുതായിരുന്നു. അതെ, ചൈനയിൽ സ്ത്രീധനത്തിന്റെ സമ്പ്രദായം കുറച്ച് വ്യത്യസ്തമാണ്. അവിടെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനാണ് സ്ത്രീധനം കൊടുക്കേണ്ടത്. പയ്യൻ പെൺകുട്ടിയുടെ അച്ഛന് പണം കൊടുക്കണം. മാസുവിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛൻ ചോദിച്ച സ്ത്രീധനം വളരെ വലുതായിരുന്നു. അത്രയും പണമുണ്ടാക്കണമെങ്കിൽ ഇനിയൊരു 2 കൊല്ലമെങ്കിലും പണം സ്വരുക്കൂട്ടി വെക്കണം. ഷാവ്യാവും ഇത് കേൾക്കുന്നുണ്ട്. രാത്രിയായപ്പോൾ അവൾ തൊട്ടടുത്ത കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ കാട്ടിൽ അപൂർവങ്ങളായ ചില മരുന്ന് ചെടികളുണ്ട്. അത് പറിച്ചു വിറ്റാൽ മാസുവിന്റെ മാത്രമല്ല ചാൻസിന്റെയും കൂടെ കല്യാണം നടത്താനുള്ള പണം കിട്ടും. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ കാട്ടിൽ ചെൻറോങ്ങിന്റെ ചില പട്ടാളക്കാരുണ്ട്. ഷിയാനിനോടുള്ള യുദ്ധം തോറ്റതിനു ശേഷം അവിടെ കൂടി രക്ഷപ്പെട്ടവരാണവർ. ഷിയാനിനോട് പ്രതികാരം ചെയ്യണം എന്ന ലക്ഷ്യത്തോടെയാണ് അവരവിടെ തമ്പടിച്ചിരിക്കുന്നത്. അവരുടെ പടത്തലവൻ ഹോങ് ജിയാങ് ഒരു മര്യാദക്കാരനാണ്. എന്നാൽ ആ പടത്തലവന് ഒരു മുഖ്യ ഉപദേഷ്ടാവുണ്ട്. ഷാങ്ലിയു എന്നാണ് അവന്റെ പേര്. അവനൊരു അസുരനാണ്. 9 തലകളും 9 ജീവനുമുള്ളവൻ. അവൻ മനുഷ്യരെ പിടിച്ചു തിന്നും എന്നാണ് ആ നാട്ടിലെ കുട്ടികൾ പറയുന്നത്.
അവൻ എല്ലാവർക്കും ഒരു തലവേദനയാണ്. ഷാവ്യാവോ അമ്മാവൻ മൂവിനോട് യാത്ര പറഞ്ഞ് അങ്ങോട്ട് തിരിച്ചു. എന്നാൽ അവൾ പോകുന്ന വഴിയിൽ യേശിച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ഷാവ്യാവോ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ പിന്തുടരുന്നത്? നീ പണ്ട് ചെൻട്രോങ് സൈന്യത്തിന്റെ ഭാഗമായിരുന്നോ? അല്ല എന്നവൻ തലയാട്ടി. നീ ഷിയാൻ സൈന്യത്തിലെ പട്ടാളക്കാരനാണോ എന്നവൾ ചോദിച്ചു. അല്ല എന്നവൻ വീണ്ടും തലയാട്ടി. അങ്ങനെയാണെങ്കിൽ നീ ഹാവ്ലിങ്ങിലെ ചാരനോ മറ്റോ ആണോ എന്നവൾ ചോദിച്ചു. അതിനും അല്ല എന്നവൻ ഉത്തരം പറഞ്ഞു. ശരി, എന്നാൽ നീ എന്റെ കൂടെ വന്നോ എന്നവൾ പറഞ്ഞു. അവൻ അവളുടെ കൂടെ കൂടി. അവളുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി അവൻ എടുത്തു. അത് മാത്രമല്ല, അവൾക്ക് വേണ്ടിയുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം അവൻ കരുതിയിരുന്നു. അവരങ്ങനെ നടന്ന് കാടിനുള്ളിലെത്തി. ഷാവ്യാവ് നോക്കിയപ്പോൾ അവിടെ ഒരു ജീവിയുടെ കാഷ്ടം കണ്ടു. ഫെയ്ഫെ എന്നൊരു അത്ഭുത മുയലിന്റെ കാഷ്ടമാണത്. പക്ഷേ ആ മുയലൊരു തൊട്ടാവാടിയാണ്. ഒരുപാട് ആളുകൾ ഉള്ളിടത്ത് അത് വരില്ല. അതുകൊണ്ട് ഷാവ്യാവോ ഒറ്റയ്ക്ക് കാട്ടിനകത്തേക്ക് പോകാൻ തീരുമാനിച്ചു. നീ വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കാത്തുനിൽക്കും എന്ന് യേശിച്ചി അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ കാട്ടിനകത്തേക്ക് പോയി. പോകുന്ന വഴിയിൽ അവൾ സ്വയം ചിന്തിച്ചു, ഈ ലോകത്ത് ആരും ആർക്കു വേണ്ടിയും ഒരുപാട് കാലമൊന്നും കാത്തിരിക്കില്ല. കാത്തിരുന്ന് ക്ഷീണിക്കുമ്പോൾ അവൻ തിരിച്ചു പോയിക്കോളും. അവളുടെ ജീവിതത്തിൽ നിന്നും അവൾ അതാണല്ലോ മനസ്സിലാക്കിയത്. യേശിച്ചിയും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് അവൾ കരുതുന്നത്. അവൾ കാടിനകത്തേക്ക് നടന്നു. ഇനി ഫെയ്ഫയെ മാളത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം. ഫെയ്ഫെ ഒരു പേടിക്കാരനാണ്. ഫെയ്ഫയ്ക്ക് പാട്ട് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ അവിടെ ഇരുന്ന് ഒരു പാട്ട് പാടാൻ തുടങ്ങി. ഫെയ്ഫെ അവളുടെ പാട്ട് കേട്ടു. എന്നാൽ ആ പാട്ട് ദൂരെ മലമുകളിൽ മറ്റൊരാൾ കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഫെയ്ഫെ ചാടിച്ചാടി ഷാവ്യാവോയുടെ അടുത്തെത്തി. ഫെയ്ഫെ ഒരു ഭംഗിയുള്ള മുയലാണ്. അതിന്റെ ഭംഗി കണ്ടിട്ട് ഷാവ്യാവോവിന് അതിനെ പിടിക്കാൻ തോന്നുന്നില്ല. പണത്തിനു വേണ്ടി ഞാൻ നിന്നെ പിടിച്ചു കൊടുക്കില്ല, നീ തിരിച്ചു പോയിക്കോ എന്ന് ഷാവ്യാവോ ഫെയ്ഫയോട് പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും സമയം വളരെ വൈകിയിരുന്നു. ഒരു ഭീകരനായ പക്ഷി ഫെയ്ഫയെ പിടിക്കാനായി അപ്പോഴേക്കും അവിടെ എത്തി. വെളുത്ത നിറമുള്ള ഒരു കഴുകൻ. ഷാവ്യാവോ ഉടനെ ഫെയ്ഫയെ അവളുടെ കയ്യിലേക്കെടുത്തു. പക്ഷേ ആ കഴുകൻ വിടുന്ന മട്ടില്ല. ഷാവ്യാവോ എന്തൊക്കെ പറഞ്ഞിട്ടും ആ കഴുകൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഉടനെ ഷാവ്യാവോ ആ കഴുകന്റെ മേൽ ഒരു വിഷം പ്രയോഗിച്ചു. എന്നിട്ട് ഫെയ്ഫയെയും കൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനൊരുങ്ങി. പക്ഷേ അപ്പോഴേക്കും അവരുടെ മുന്നിൽ ഒരാൾ വന്നു നിന്നു. എല്ലാവരും പേടിച്ചിരുന്നയാൾ തന്നെ. 9 തലകളുള്ള സർപ്പം ഷാങ്ലിയു. അവന് വെളുത്ത മുടിയാണുള്ളത്. അവൻ ധരിക്കുന്നതും വെളുത്ത വസ്ത്രങ്ങളാണ്. അവനൊരു മുഖംമൂടി ഇട്ടിട്ടുണ്ട്. ഐസ് കൊണ്ടുണ്ടാക്കിയതുപോലുള്ള ഒരു മുഖംമൂടി. ഉടനെ ഷാവ്യാവോ അവന്റെ നേർക്കും വിഷം പ്രയോഗിച്ചു. പക്ഷേ ആ വിഷം അവനെ ഏറ്റതേയില്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എറിഞ്ഞ് എന്റെ വസ്ത്രം അഴുക്കാക്കിയാലുണ്ടല്ലോ, നിന്റെ 2 കൈയും ഞാൻ വെട്ടും എന്നവൻ അവളോട് പറഞ്ഞു. ഇത് കേട്ടതും ഷാവ്യാവോ പേടിച്ചു പിന്തിരിഞ്ഞോടി. കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അതാ ഷാങ്ലിയു മുന്നിൽ നിൽക്കുന്നു. അവളുടനെ ഫെയ്ഫയെ നിലത്തേക്കെറിഞ്ഞു. എന്നിട്ടതിനോട് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. പക്ഷേ ഫെയ്ഫെ പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അവളുടനെ ഷാങ്ലിയുവിനോട് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരു സാധാരണ വൈദ്യൻ മാത്രമാണ്. എന്റെ സഹോദരങ്ങളുടെ വിവാഹം കഴിപ്പിക്കാൻ കുറച്ച് പണം വേണം. അതിനായി കുറച്ച് ചെടികൾ പറിക്കാനാണ് ഞാൻ ഈ കാട്ടിലേക്ക് വന്നത്. ഞങ്ങളെ വെറുതെ വിടണം. അതിന്റെ മറുമരുന്ന് താ എന്ന് ഷാങ്ലിയു അവളോട് പറഞ്ഞു. ഷാങ്ലിയുവിന്റെ കഴുകൻ ഇപ്പോഴും അനങ്ങാനാവാതെ കിടക്കുകയാണ്. ഉടനെ ഷാങ്ലിയു കഴുകന് മറുമരുന്ന് കൊടുത്തു. മറുമരുന്ന് കഴിച്ചതും കഴുകൻ പഴയതുപോലെയായി. അതുടനെ ഫെയ്ഫയെ ആക്രമിച്ച് കൊന്നു തിന്നു കളഞ്ഞു. ഇത് കണ്ടതും ഷാവ്യാവോ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. കുട്ടിക്കാലത്ത് അവൾക്കുണ്ടായിരുന്ന ആത്മവിശ്വാസമൊന്നും അവൾക്കിപ്പോഴില്ല. ഷാങ്ലിയു അവളുടെ മുന്നിൽ വന്നു നിന്നു. അവന്റെ ആളുകളോട് അവളെ പിടിച്ചുകെട്ടി പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഷാങ്ലിയുവിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരാളെയും അവന് വിശ്വാസമില്ല. അവന്റെ വാഹനമായ കഴുകൻ ഒരുപാട് വിഷമുള്ള പാമ്പുകളെ കഴിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഷിയാനിലെ കൊട്ടാര വൈദ്യന്മാർ ഈ കഴുകന് പലതവണ വിഷം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും ഈ കഴുകനെ ഏശിയിട്ടേയില്ല. പക്ഷേ ഷാവ്യാവ് പ്രയോഗിച്ച വിഷം ആ കഴുകനെ വീഴ്ത്തിക്കളഞ്ഞു. അതുകൊണ്ടുതന്നെ ഷാവ്യാവ് ഒരു സാധാരണക്കാരനല്ല എന്ന് ഷാങ്ലിയുവിന് തോന്നി. ഷാവ്യാവയെ അവർ പട്ടാള ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും ഷാവ്യാവയെക്കുറിച്ച് അന്വേഷിക്കാൻ ഷാങ്ലിയു അയച്ച ആളുകൾ തിരിച്ചെത്തി. ഇവൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇവൻ ചിങ്ഷയിലെ വൈദ്യൻ വെൻ ഷാവ്ലിയോ ആണ് എന്ന് പട്ടാളക്കാരൻ പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഷാങ്ലിയുവിന് വിശ്വാസമായില്ല. അവൻ അവന്റെ മുഖംമൂടി മാറ്റി. അവന്റെ കണ്ണുകൾ ചുവന്നു വന്നു.
അവനൊരായുധം ഷാവ്യാവയുടെ കഴുത്തിനടുത്ത് പിടിച്ചു. അത് ഐസ് കൊണ്ടുള്ള ഒരു കത്തിയാണ്. ഷാങ്ലിയുവിന് മഞ്ഞ കട്ടകളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ഇത് കണ്ട് ഷാവ്യാവ കൂടുതൽ പേടിച്ചു. അവൾ പറഞ്ഞു, ഞാൻ വെൻ ഷാവ്ലിയു ആണ്. പക്ഷേ ഞാൻ മുൻപ് വെൻ ഷാവ്ലിയു അല്ലായിരുന്നു. പിന്നെ നീ ആരാണ് എന്ന് ഷാങ്ലിയു ചോദിച്ചു. ഞാൻ ആരുമില്ലാത്ത ഒരാളാണ്. മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടയാൾ, സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത, ആരോരുമില്ലാത്ത, പോകാൻ ഒരിടമില്ലാത്തയാൾ. അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്നു. അവസാനം 20 വർഷങ്ങൾക്ക് മുമ്പ് ചിങ്ഷുയിലെത്തി. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഇനിയുള്ള കാലവും വെൻ ഷാവ്ലിയുവായി തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഷാവ്യാവോ ആ പറഞ്ഞത് ഷാങ്ലിയുവിന് വിശ്വസനീയമായി തോന്നി. ഷാങ്ലിയു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യണം. ഞാൻ നിന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കും. അത് നീ എനിക്ക് ചെയ്തു തരണം. ഒരു തീരുമാനമെടുക്കാൻ നാളെ രാവിലെ വരെ നിനക്ക് ഞാൻ സമയം തരാം. അടുത്ത ദിവസം രാവിലെ ഷാങ്ലിയു വീണ്ടും ഷാവ്യാവയുടെ അടുത്തെത്തി. നീ എന്ത് തീരുമാനിച്ചു എന്ന് ഷാങ്ലിയു അവളോട് ചോദിച്ചു. ഞാനിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നവൾ പറഞ്ഞു. ഇത് കേട്ടതും ഷാങ്ലിയു അവന്റെ ആളുകളെ വിളിച്ചു. ഷാവ്യാവയ്ക്ക് 20 ചാട്ടവാർ അടികൾ കൊടുക്കാൻ ഉത്തരവിട്ടു. ആ 20 ചാട്ടവാർ അടികൾക്ക് ശേഷം എന്തായി, നീ തീരുമാനിച്ചോ എന്ന് ഷാങ്ലിയു അവളോട് വീണ്ടും ചോദിച്ചു. ഞാൻ തീരുമാനിച്ചു, പക്ഷേ എനിക്ക് 3 വ്യവസ്ഥകളുണ്ട് എന്നവൾ പറഞ്ഞു. ഇത് കേട്ട് വീണ്ടും 20 ചാട്ടവാർ അടികൾ കൊടുക്കാൻ ഷാങ്ലിയു അവന്റെ ആളുകളോട് ഉത്തരവിട്ടു. അവളുടെ ഒരു വ്യവസ്ഥ പോലും കേൾക്കാൻ അവൻ തയ്യാറല്ല. അവൻ പറയുന്നത് അവൾ അങ്ങനെ തന്നെ സമ്മതിക്കണം. അവർ വീണ്ടും അവൾക്ക് 20 ചാട്ടവാർ അടികൾ കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ ചോദിച്ചു, ഇപ്പോഴെന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? അവൾ പറഞ്ഞു, എന്നെ തല്ലിക്കൊന്നാലും ശരി, എനിക്ക് ഒരു വ്യവസ്ഥയുണ്ട്. ഞാനൊരിക്കലും ചിങ്ഷി പട്ടണം വിട്ടുവരില്ല. നിനക്കത് സമ്മതമല്ലെങ്കിൽ എന്നെ കൊല്ലാം. അവനത് സമ്മതമായിരുന്നു. അവൻ പറഞ്ഞു, നിനക്ക് ചിങ്ഷയിൽ തന്നെ ഒരു വൈദ്യനായി തുടരാം. പക്ഷേ ഞാൻ പറയുന്ന മരുന്നുകളെല്ലാം നീ എനിക്ക് ഉണ്ടാക്കിത്തരണം. ഞാൻ എപ്പോഴൊക്കെ വിളിക്കുന്നുവോ അപ്പോഴൊക്കെ നീ വരണം. അത് കേട്ട് ഷാവ്യാവ ചോദിച്ചു, നീ പറയുന്ന മരുന്നുകൾ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? മരുന്നുണ്ടാക്കിത്തരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ശരീരഭാഗം എനിക്ക് തരേണ്ടി വരും. ആദ്യത്തെ തവണ നിന്റെ ഈ ഉപയോഗമില്ലാത്ത ചെവികൾ ഞാൻ എടുക്കും. രണ്ടാമത്തെ തവണ നിന്റെ മൂക്ക് ഞാൻ ചെത്തിയെടുക്കും. അവസാനം വരെ ഞാൻ നിന്റെ കൈകൾ നിലനിർത്തും. ആ കൈകൾ എനിക്ക് മരുന്നുണ്ടാക്കിത്തരാൻ ആവശ്യമാണ്. ഇത് കേട്ട് അവൾ പേടിച്ചുപോയി. അവസാനം അവൻ പറഞ്ഞതെല്ലാം സമ്മതിച്ചു. ആ സമയം പട്ടാളക്കാർ അകത്തേക്ക് ഓടിവന്ന് ഒരു വിവരം പറഞ്ഞു. ആരോ നമ്മുടെ ക്യാമ്പിലേക്ക് അതിക്രമിച്ച് കയറിയിരിക്കുന്നു. നോക്കിയപ്പോൾ അത് യഷിച്ചിയാണ്. അവൻ കഴിഞ്ഞ ദിവസം മുഴുവൻ കാടിനു പുറത്ത് ഷാവ്യാവയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അവസാനം കാണാതായപ്പോൾ അവളെ അന്വേഷിച്ചിറങ്ങാൻ തീരുമാനിച്ചു. അവന് വായുവിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. അതുപയോഗിച്ച് അവൻ അവളിരിക്കുന്ന സ്ഥലം കണ്ടെത്തി. അങ്ങനെയാണ് അവൻ അവിടെ എത്തിയത്. അവൻ നേരെ ഷാങ്ലിയുവിനടുത്ത് വന്നു പറഞ്ഞു, ഞാൻ ഇവനെ കൊണ്ടുപോവുകയാണ്. ഇത് കണ്ട് ഷാവ്യാവയും ഷാങ്ലിയുവിനോട് അപേക്ഷിച്ചു, ഞാൻ അങ്ങയുടേതായി കഴിഞ്ഞില്ലേ, അവനെ ഒന്നും ചെയ്യരുത്. അതുകണ്ട് ഷാങ്ലിയു സൈനികരോട് പിന്മാറാൻ പറഞ്ഞു. ഷാവ്യാവയ്ക്ക് പോകാനുള്ള അനുവാദം കൊടുത്തു. യഷിച്ചി ഷാവ്യാവയും കൊണ്ട് അവിടെ നിന്നും മടങ്ങി. അത് നോക്കി നിൽക്കുകയായിരുന്ന ഷാങ്ലിയു മനസ്സിൽ പറഞ്ഞു, ഒരു പെണ്ണും ഉന്നത കുലത്തിൽ ജനിച്ച ഒരു ദേവനും. രണ്ടുപേരും അവർ ശരിക്കും ആരാണെന്ന് മറച്ചുപിടിക്കുന്നു. യഷിച്ചി ഷാവ്യാവയും കൊണ്ട് ചിങ്ഷയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഷാവ്യാവയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയൊക്കെയുണ്ട്. അവൾ കരുതിയത് മടുത്തു കഴിയുമ്പോൾ യഷിച്ചി തിരിച്ചു പോകുമെന്നാണ്. അവനിങ്ങനെ അവളെ രക്ഷിക്കാൻ വരുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന്റെ സന്തോഷമാണ് അവൾക്ക്. അവൾക്ക് ചാട്ടവാർ അടികൊണ്ട് വല്ലാതെ മുറിവേറ്റിട്ടുണ്ട്. അതുകൊണ്ട് അവളെ പുറത്തിരുത്തിക്കൊണ്ടാണ് അവൻ നടക്കുന്നത്. പോകുന്ന വഴിയിൽ ഷാവ്യാവ അവനോട് പറഞ്ഞു, നിനക്കാരെയും ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ലെന്നറിയാം. എന്നെ നീയൊരു കല്ലായി കണ്ടാൽ മതി. അല്ലെങ്കിൽ മനുഷ്യരെ പോലെ സംസാരിക്കാൻ കഴിയുന്ന പന്നിയായിട്ട്. അതുമല്ലെങ്കിൽ, അപ്പോഴവൻ പറഞ്ഞു, നീയായി തന്നെ ഇരുന്നാൽ മതി. എനിക്ക് നിന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് പറയുമ്പോൾ അവന്റെ മുഖത്തുമുണ്ട് ഒരു പുഞ്ചിരി. കുറച്ചു കഴിഞ്ഞ് ഷാവ്യാവ പറഞ്ഞു, ആ ഷാങ്ലിയുവിന് ഞാനുണ്ടാക്കുന്ന ഒരു വിഷവും ഏൽക്കുന്നില്ലല്ലോ. പക്ഷേ എന്തായാലും ഞാൻ പിന്മാറില്ല. ഒരിക്കൽ അവൻ എന്റെ കൈകൊണ്ട് തന്നെ മരിക്കും. അത് കേട്ടപ്പോൾ അവന്റെ മുഖത്ത് വീണ്ടും ഒരു പുഞ്ചിരി വിടർന്നു. ഷാങ്ലിയു അവനൊരു കോമ്പറ്റീഷൻ അല്ല എന്നതായിരിക്കും അവന്റെ മനസ്സിൽ. ഷാവ്യാവ വീണ്ടും പറഞ്ഞു, എന്നെ ഈ അവസ്ഥയിൽ കണ്ടാൽ അമ്മാവൻ മൂ വല്ലാതെ വിഷമിക്കും. അത് കേട്ട് യഷിച്ചി അവളെ നേരെ ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോയി. അവളുടെ പുറത്തുള്ള ചാട്ടവാറടിയുടെ മുറിവുകൾക്കെല്ലാം മരുന്ന് പുരട്ടി. മരുന്ന് പുരട്ടാനായി അവൻ അവളുടെ മേൽവസ്ത്രം അഴിച്ചിരുന്നു. അവളുടെ ശരീരം ഒരു പുരുഷന്റേത് തന്നെയായിരുന്നു. എന്നാലും യേശിച്ചിക്കറിയാം ഉള്ളിന്റെ ഉള്ളിൽ അവളൊരു പെണ്ണാണെന്ന്.
അവർ കുറേ ദിവസം ആ ഗുഹയിൽ തന്നെ തങ്ങി അവളുടെ മുറിവുകൾ ഉണങ്ങാനായി കാത്തിരുന്നു. അവസാന ദിവസം യേശിച്ചി ആ കാട്ടിനുള്ളിലേക്ക് വീണ്ടും ഒറ്റയ്ക്ക് പോയി. എന്നിട്ട് ഷാവ്യാവ് അന്വേഷിച്ച് നടന്നിരുന്ന മരുന്ന് ചെടികൾ അവൾക്ക് വേണ്ടി പറിച്ചു. എന്നിട്ടതവൻ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ആ ചെടികൾ കണ്ടതും സന്തോഷം കൊണ്ട് അവൻ അവളെ കെട്ടിപ്പിടിച്ചു. ഈ സമയത്ത് അമ്മാവൻ മൂവും ചാൻസവും മാസവുമൊക്കെ അവളെ കാണാതെ വീട്ടിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഷാവ്യാവ് അവിടേക്ക് തിരിച്ചെത്തുന്നത്. മരുന്ന് ചെടികളെല്ലാം വിറ്റ് ധാരാളം പണം കൊണ്ടാണ് അവൾ വന്നത്. ഇത് കണ്ടതും മാസു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവരുടെ സന്തോഷം കണ്ടതും പിന്നെ അമ്മാവൻ മൂ ഒന്നും ചോദിച്ചില്ല. ആ സമയത്താണ് ഒരു ചെറിയ പക്ഷി ഷാവ്യാവയുടെ ജനൽപ്പടിയിൽ വന്നിരുന്നത്. ഷാങ്ലിയു അയച്ചതാണ് ആ പക്ഷിയെ. മരുന്നുകൾ തയ്യാറാക്കാൻ ഓർമ്മപ്പെടുത്താനാണ് അത് വന്നത്. അവളുടനെ മരുന്നുണ്ടാക്കാൻ തുടങ്ങി. 2 ദിവസത്തിനകം മരുന്ന് കൊടുക്കണം. ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്ന് അവൾ മരുന്നുകൾ ഉണ്ടാക്കി. സമയമേറെ വൈകിയപ്പോൾ യേശിച്ചി അവളുടെ അടുത്തേക്ക് വന്നു. അവളെ മരുന്നുണ്ടാക്കാൻ സഹായിക്കാൻ തുടങ്ങി. ഈ മരുന്നുകൾ ഷാങ്ലിയു എന്തിനുവേണ്ടി ഉപയോഗിക്കുമെന്ന് അവൾക്കറിയില്ല. പക്ഷേ ഒന്നുറപ്പാണ്, ഈ മരുന്നിന് ആരെയും കൊല്ലാൻ കഴിയില്ല. അതവൾ ഉറപ്പുവരുത്തുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ആ പക്ഷി വീണ്ടും എത്തി. ഷാവ്യാവോ അതിന്റെ കഴുത്തിൽ മരുന്ന് തൂക്കിക്കൊടുത്തു. പക്ഷി പറന്നുയർന്നതും ഷാവ്യാവോ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു, കാണാനൊരു ഭംഗിയുമില്ലാത്ത പക്ഷി, ഒരു ദുഷിച്ച പക്ഷി തന്നെ. പെട്ടെന്ന് അവളുടെ തലയിൽ എന്തോ വന്ന് വീണു. ആ പക്ഷി കാഷ്ടിച്ചതാണ്. ഷാങ്ലിയുവിനെ പോലെ തന്നെയാണ് ആ പക്ഷിയും. പുറമേ നല്ല വെളുപ്പ്, പക്ഷേ മനസ്സിനത്ര വെളുപ്പൊന്നുമില്ല. നീ ഇന്നെന്താ കഴിച്ചത്? നാറിയിട്ട് വയ്യ എന്ന് ഷാവ്യാവോ അതിനെ നോക്കി ഉറക്കെ വിളിച്ചു ചോദിച്ചു. ഇതേ സമയം മാസ സന്തോഷത്തോടെ ആ നാട്ടിലെ എല്ലാവരെയും കല്യാണം വിളിക്കുകയാണ്. അവസാനം അവൻ സംക്ഷുവാന്റെ മദ്യശാലയിലും എത്തി. ആ സമയത്ത് അവിടെ നിയാനിന് തൊഴി ഹൈത്താങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാസു അവളോട് പറഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് എന്റെയും ചുന്താവിന്റെയും വിവാഹമാണ്. ഈ ക്ഷണക്കത്ത് സംക്ഷുവാന്റെ കയ്യിൽ കൊടുക്കണം. വിവാഹത്തിനായി എനിക്കൊരു 50 കുടം മദ്യവും വേണം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. ആ സമയത്ത് മുറിയിലേക്ക് നിയാൻ വന്നു. ഹേതാങ് നിയാനിന് ആ ക്ഷണക്കത്ത് കാണിച്ചു കൊടുത്തു. ക്ഷണക്കത്ത് കണ്ട് നിയാൻ പറഞ്ഞു, എന്റെ ചേട്ടൻ ഇങ്ങനെ താഴ്ന്നവരുടെ വിവാഹത്തിനൊന്നും പോവില്ല. ഇതും പറഞ്ഞ് നിയാൻ അവിടെ നിന്നും പോയി. അത് കേട്ട് ഹേതാങ് ആ ക്ഷണക്കത്ത് കത്തിച്ചു കളഞ്ഞു. അങ്ങനെ മാസുവിന്റെ വിവാഹ ദിവസമെത്തി. ആ നാട്ടിലെ വേണ്ടപ്പെട്ടവരെയെല്ലാം ക്ഷണിച്ച് ഷാവ്യാവോ മാസുവിന്റെയും ചുന്താവിന്റെയും വിവാഹം നടത്തി. വിവാഹ ചടങ്ങുകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു വിശിഷ്ടാതിഥി അവിടേക്കെത്തി. നമ്മുടെ ഷാങ്ലിയു. ഷാവ്യാവ് ഉടനെ ഷാങ്ലിയുവിനെ അകത്തേക്ക് കൊണ്ടുപോയി. ഷാങ്ലിയു കുറച്ച് സമ്മാനങ്ങളുമായാണ് വന്നത്. അകത്ത് കയറിയ ഉടനെ ഷാങ്ലിയു അവളോട് പറഞ്ഞു, നീയൊരു ദേവതയാണ്. നിന്റെ കൂടെ ഇപ്പോഴുള്ളവരെല്ലാം കുറച്ചു കാലം കഴിഞ്ഞ് മരിക്കും. അപ്പോഴും നീ ഇതുപോലെ തന്നെ ഇരിക്കും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നവൻ ചോദിച്ചു. ഷാങ്ലിയു അത്രയും നന്നായി എല്ലാവരെയും നിരീക്ഷിക്കുന്ന ഒരാളാണ്. മറുപടിയായി ഷാവ്യാവ് പറഞ്ഞു, എനിക്ക് തനിച്ചാവുന്നത് പേടിയാണ്. എനിക്ക് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന കൂട്ട് കിട്ടിയില്ലെങ്കിലും കുറച്ചു കാലത്തേക്കെങ്കിലും ഉള്ളവരായാലും മതി എന്ന് പറഞ്ഞ് ഷാവ്യാവ് അവനു വേണ്ടി കുറച്ച് മദ്യം ഒഴിച്ചു കൊടുത്തു. അവൻ ആ മദ്യം കുടിച്ചു. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, എങ്ങനെയുണ്ട് എന്ന് ഷാവ്യാവ് അവനോട് ചോദിച്ചു. നീ ഇതിൽ ചേർത്ത വിഷം ഒഴിച്ചു നിർത്തിയാൽ നിന്റെ മദ്യം 10 പൈസക്ക് കൊള്ളില്ല എന്നവൻ പറഞ്ഞു. ഷാവ്യാവ് ഉണ്ടാക്കിയ ഏറ്റവും പുതിയ വിഷം അവൾ ആ മദ്യത്തിൽ ചേർത്തിരുന്നു. പക്ഷേ ഏറ്റില്ല. അപ്പോഴേക്കും ഷാവ്യാവയുടെ സംരക്ഷകൻ അവിടെ വന്നു നിന്നു, നമ്മുടെ യേശിച്ചി. അവനെ കണ്ടതും ഷാങ്ലിയു അവിടെ നിന്നും ഇറങ്ങി. ഷാവ്യാവയ്ക്കാണെങ്കിൽ ദേഷ്യം അടക്കാനാവുന്നില്ല. അവളുടെ ഒരു വിഷവും അവനെ ഏൽക്കുന്നില്ല. അവളുടനെ വേറൊരു വിഷമുണ്ടാക്കി. എന്നിട്ട് ഷാവ്യാവോ ആ വിഷമെടുത്ത് യേശിച്ചിയോട് കുടിക്കാൻ പറഞ്ഞു. ഒരു ചോദ്യം പോലും ചോദിക്കാതെ യേശിച്ചി ആ വിഷമെടുത്ത് കുടിച്ചു. നീ എന്തിനാണ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഈ വിഷമെടുത്ത് കുടിച്ചത് എന്ന് ഷാവ്യാവ് അവനോട് ചോദിച്ചു. നീയല്ലേ എനിക്ക് തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യേശിച്ചി അവളുടെ ദേഹത്തേക്ക് ബോധം കെട്ടി വീണു. ഉടനെ ഷാവ്യാവ് അവന് മറുമരുന്ന് കൊടുത്തു. യേശിച്ചി അവൾ എന്ത് പറഞ്ഞാലും ചെയ്യും, എപ്പോഴും കൂടെ നിൽക്കും എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം സംക്ഷുവാൻ ചില പുതിയ പദ്ധതികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സംക്ഷുവാൻ ചിങ്ഷയിലേക്ക് വന്നതിന് പിറകിൽ യഥാർത്ഥത്തിൽ മറ്റൊരു കാരണം കൂടെയുണ്ട്. ചിങ്ഷുയിലെ കാട്ടിലുള്ള ചെൻറോങ്ങിന്റെ പട്ടാളക്കാർ കുറെ കാലമായി ഷിയാനിന് ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ്. ഷിയാനിനോടുള്ള യുദ്ധം തോറ്റതിനു ശേഷം ചെൻറോങ്ങിലെ പട്ടാളക്കാർ ഷിയാനിനോട് പ്രതികാരം ചെയ്യാനായി ഒരു തക്കം നോക്കിയിരിക്കുകയാണ്. സംക്ഷുവാൻ ഇക്കാര്യം അറിയാം. അവന് ഷാങ്ലിയുവിനെ കുറിച്ചും അറിയാം. സംക്ഷുവാനൊരു പദ്ധതിയിട്ടു. ഈ ഷാങ്ലിയുവിനെ പിടിക്കണം, എന്നിട്ട് സംക്ഷുവാന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരണം. സംക്ഷുവാന്റെയും ഷാങ്ലിയുവിന്റെയും പൊതുശത്രുവാണല്ലോ ഷിയാൻ.
അതുകൊണ്ട് സങ്ഷുവാൻ പറയുന്നത് ചിലപ്പോൾ ഷാങ്ലിയോ കേൾക്കും. സങ്ഷുവാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ പട്ടാള കൂട്ടമുണ്ട്. അതിന്റെ തലവനാണ് ജുന്നി. സങ്ഷുവാനും ജുന്നിയും കൂടെ ഒരു ചാരനെ ചെൻറോങ് സൈന്യത്തിലേക്ക് അയച്ചിരുന്നു. ആ ചാരൻ ചെൻറോങ് സൈന്യത്തിലേക്ക് നുഴഞ്ഞു കയറി ഷാങ്ലിയുവിന്റെ നീക്കങ്ങൾ അപ്പപ്പോൾ അറിയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം അവൻ സന്ദേശമയക്കുന്നത് ഷാങ്ലിയോ കണ്ടു. ഷാങ്ലിയോ അവനെ ചോദ്യം ചെയ്തു. പക്ഷേ ആ ചാരൻ ഒന്നും വിട്ടു പറഞ്ഞില്ല. ഈ ചാരൻ ആർക്കാണ് സന്ദേശം അയച്ചതെന്ന് കണ്ടുപിടിക്കാനായി ഷാങ്ലിയോ തൽക്കാലം ആ ചാരനെ വെറുതെ വിട്ടു. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ചുൻ താവ് ഷാവ്യാവയെ കാണാനെത്തി. അവളുടെ കൂടെ മാസുവുമുണ്ട്. അവന് മുറിവേറ്റിട്ടുണ്ട്. മാസു ഇപ്പോൾ ചുൻതാവിന്റെ അച്ഛന്റെ ഇറച്ചിക്കടയിൽ സഹായിക്കുകയാണ്. അന്ന് രാവിലെ നിയാൻ അവരുടെ ഇറച്ചിക്കടയുടെ മുന്നിൽ വന്നിരുന്നു. അതിനിടയിൽ ചുൻതാവ് അറിയാതെ നിയാന്റെ ദേഹത്ത് തട്ടി. അവളുടെ കയ്യിലുണ്ടായിരുന്ന അഴുക്കുവെള്ളം നിയാന്റെ വസ്ത്രത്തിൽ വീണു. നിയാന് ദേഷ്യം വന്നു. അവളുടെ വസ്ത്രങ്ങൾ ഈ ചിൻഷേക്കാരുടേതുപോലെ വില കുറഞ്ഞതല്ലല്ലോ. ഇത് കണ്ട് ഹേത്താങ് മാസുവിനെ മർദ്ദിച്ചു. ഇത് കേട്ടതും ചാൻസുവും അമ്മാവൻ മൂവും നിയാനോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പോയി. ഷ്യാവ്യാവോ പെട്ടെന്ന് തന്നെ മാസുവിന്റെ മുറിവുകൾ വെച്ചുകെട്ടി. എന്നിട്ട് യേശിച്ചിയെയും കൂട്ടി സങ്ഷുവാന്റെ വീട്ടിലെത്തി. നോക്കിയപ്പോൾ അവിടെ നിറയെ ആളുകൾ കൂടിയിരിക്കുന്നു. അതിനിടയിൽ അമ്മാവൻ മൂവിനെയും ചാൻസുവിനെയും ആരോ മുകളിലേക്ക് എടുത്തെറിയുന്നുണ്ട്. ഹേത്താങ് ആണ് ഇത് ചെയ്യുന്നത്. ഇത് കണ്ട് ഷ്യാവ്യാവയ്ക്ക് സഹിക്കാനായില്ല. ആ സമയത്ത് സങ്ഷുവാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഷ്യാവ്യാവോ നിയാനോട് ഇത് നിർത്താൻ പറഞ്ഞു. പക്ഷേ അവരത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഞാനവരെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ വെറുതെ അവരെ ഇട്ട് കളിപ്പിക്കുകയാണ് എന്ന് നിയാൻ പറഞ്ഞു. ഇത് കേട്ട് ഷ്യാവ്യാവോ ഹൈത്താങ്ങിന് നേർക്ക് വിഷം പ്രയോഗിച്ചു. അപ്പോഴേക്കും യേശീച്ചി അമ്മാവൻ മൂവിനും ചാങ്സുവിനും ചുറ്റും ഒരു സുരക്ഷാ വലയം തീർത്തു. ഹൈത്താങ്ങിന്റെ മാന്ത്രിക ശക്തിയെ തടഞ്ഞു. ഇത് മനസ്സിലായതും തോഴി നിയാനെയും കൊണ്ട് അകത്തേക്ക് പോയി. ഷ്യാവ്യാവും യേശിച്ചിയും കൂടെ ചേർന്ന് അമ്മാവൻ മൂയെയും ചാൻസുവിനെയും വീട്ടിലേക്ക് കൊണ്ടുപോയി. അമ്മാവൻ മൂ ആകെ തകർന്നു പോയിരുന്നു. ഇത് കണ്ട് ഷ്യാവ്യാവോ അവരോട് കണക്ക് ചോദിക്കുമെന്ന് മനസ്സിലുറപ്പിച്ചു. നീ എന്റെ കൂടെ നിൽക്കുമോ എന്നവൾ യേശിച്ചിയോട് ചോദിച്ചു. അടുത്ത തവണ നീ എനിക്ക് വേണ്ടി അവരെ തടയണം. ഞാൻ അവരുടെ നേർക്ക് വിഷം പ്രയോഗിച്ചോളാം. ശരി, ഞാൻ നിന്റെ കൂടെ നിൽക്കാം എന്ന് യേശിച്ചി പറഞ്ഞു. ഈ സമയമായപ്പോഴേക്കും ഹൈത്താങ് ഷ്യാവ്യാവോയുടെ വിഷമേറ്റ് കിടപ്പിലായി. സങ്ഷുവാൻ ഒരു വൈദ്യനെ കൊണ്ടുവന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഷ്യാവ്യാവയുടെ വിഷത്തിന് അത്രയും ശക്തിയാണ്. ഇത് കണ്ട് എന്താണ് ഇവിടെ ശരിക്കും ഉണ്ടായത് എന്ന് സങ്ഷുവാൻ നിയാനോട് ചോദിച്ചു. നിയാനുണ്ടായ കാര്യങ്ങളെല്ലാം സങ്ഷുവാനോട് പറഞ്ഞു. സങ്ഷുവാൻ ഉടനെ നിയാനെയും കൂട്ടി ഷ്യാവ്യാവയുടെ വൈദ്യശാലയിലെത്തി. അവൻ സ്വയം പരിചയപ്പെടുത്തി. എന്റെ പേര് ഷുവാൻ. നിയാൻ എന്റെ കസിനാണ്. ഞങ്ങളുടെ സേവക ഹൈത്താങ്ങിന് നീ വിഷം കൊടുത്തു. അതിന്റെ മറുമരുന്ന് എനിക്ക് വേണം എന്നവൻ പറഞ്ഞു. ഇത് കേട്ട് ഷ്യാവ്യാവ് പറഞ്ഞു, നിങ്ങളുടെ സഹോദരിക്ക് ഒരു സഹോദരനുണ്ട്. അതുപോലെ എനിക്കും ഒരു സഹോദരനുണ്ട്. അദ്ദേഹം ഇപ്പോൾ വല്ലാത്ത വിഷമത്തിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ സഹോദരി എന്റെ സഹോദരനോട് മാപ്പ് പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ മറുമരുന്ന് തരാം. ഇത് കേട്ട് നിയാൻ പറഞ്ഞു, ഞാൻ വെറുതെ കളിക്കുകയായിരുന്നു, അല്ലാതെ ആരെയും കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ നീ ചെയ്തതോ, നീ ഹൈത്താങ്ങിനെ കൊല്ലാൻ ശ്രമിച്ചു. സങ്ഷുവാൻ വീണ്ടും ഗൗരവത്തിൽ ഷ്യാവ്യാവയോട് മറുമരുന്ന് ആവശ്യപ്പെട്ടു. എന്റെ കയ്യിൽ നിന്നും ഈ മറുമരുന്ന് എടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് നോക്ക് എന്ന് പറഞ്ഞ് ഷ്യാവ്യാവ തിരിഞ്ഞ് യേശിച്ചിയെ വിളിച്ചു. അവൻ കൂടെ നിൽക്കുമെന്ന് ഉറപ്പു പറഞ്ഞിരുന്നതാണല്ലോ. പക്ഷേ തിരിഞ്ഞു നോക്കിയപ്പോൾ യേശിച്ചിയുടെ പൊടി പോലുമില്ല. ആടുകിടന്നിടത്ത് പൂട പോലുമില്ല. അപ്പോഴേക്കും സങ്ഷുവാൻ ഷ്യാവ്യാവയെ മർദ്ദിച്ച് താഴെയിട്ടു. പക്ഷേ അവൾക്ക് അതിനേക്കാൾ വേദന തോന്നിയത് യേശിച്ച് കൂടെ നിൽക്കാത്തതിലാണ്. അവൾ ഇക്കാലമത്രയും ആരെയും വിശ്വസിക്കരുതെന്ന് മനസ്സിൽ പറഞ്ഞുറപ്പിച്ചിരുന്നതാണ്. എന്നിട്ടും അവൾ അവസാനം യേശിച്ചിയെ വിശ്വസിച്ചുപോയി. ഇപ്പോൾ യേശിച്ചിയും ഒട്ടും വ്യത്യസ്തനല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. സങ്ഷുവാൻ അതിനിടയിൽ മറുമരുന്നുമായി നിയാനെയും കൊണ്ട് അവിടെ നിന്നും പോയി. ആ പോയത് അവളുടെ ചേട്ടനാണെന്ന് ഷ്യാവ്യാവോ തിരിച്ചറിഞ്ഞില്ല. താൻ തിരിഞ്ഞുകൊണ്ട് നടക്കുന്ന ഷ്യാവ്യാവോ ആണ് മുന്നിലുള്ളതെന്ന് സങ്ഷുവാനും തിരിച്ചറിഞ്ഞില്ല. കുറെ കഴിഞ്ഞ് യേശിച്ചി അവിടേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഷ്യാവ്യാവോ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് ഒളിച്ചത്? അവർ നിന്നെ തിരിച്ചറിയുമെന്ന് പേടിച്ചാണോ, അതോ ഞാൻ അവരെ പ്രകോപിപ്പിക്കുമെന്ന് പേടിച്ചാണോ? എന്നെ തിരിച്ചറിയുമെന്നും നീ പുതിയ ശത്രുക്കളെ ഉണ്ടാക്കുമെന്നും പേടിച്ച് തന്നെയാണ് ഞാൻ ഒളിച്ചത് എന്ന് യേശിച്ചി പറഞ്ഞു. എന്നിട്ടും അവളുടെ ദേഷ്യം ഒട്ടും കുറഞ്ഞില്ല. അവൾ നദിക്കരയിലേക്ക് നടക്കാൻ തുടങ്ങി. യേശിച്ചിയും പിറകെ തന്നെയുണ്ട്. ആ സമയത്താണ് ഷാങ്ലിയോ അവിടെ എത്തുന്നത്. എന്റെ കൂടെ വാ എന്ന് ഷാങ്ലിയോ ഷ്യാവ്യാവോട് പറഞ്ഞു. ഷ്യാവ്യാവോ ഉടൻ തന്നെ എഴുന്നേറ്റ് അവന്റെ കൂടെ പോയി. യേശിച്ചിക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. യാത്രക്കിടെ ഷ്യാവ്യാവോ വളരെ വിഷമിച്ചിരിക്കുകയാണെന്ന് ഷാങ്ലിയോന് മനസ്സിലായി.
നിനക്കെന്താ പെട്ടെന്ന് അവനോടൊരു ദേഷ്യം എന്ന് ഷാങ്ലിയോ അവളോട് ചോദിച്ചു. എനിക്ക് അവനോടല്ല, എന്നോട് തന്നെയാണ് ദേഷ്യം. ആരുമില്ലാതെ നിസ്സഹായായിരുന്ന കാലത്തുപോലും ഞാൻ ആരെയും ആശ്രയിച്ചിരുന്നില്ല. ഇപ്പോൾ മുതിർന്നു കഴിഞ്ഞിട്ട് ഞാൻ ആരെയും ആശ്രയിക്കരുതായിരുന്നു. ഞാൻ വീണാൽ എന്നെ താങ്ങി നിർത്താൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ നദിയിലേക്ക് ചാടി. എന്നിട്ട് നിഷ്പ്രയാസം കരയുടെ നേർക്ക് നീന്തി. ഷാങ്ലിയോ അവന്റെ പരുന്തിന്റെ പുറത്ത് അവളെ പിന്തുടർന്നു. കരയിലെത്തിക്കഴിഞ്ഞ് ഷാങ്ലിയോ അവളോട് ചോദിച്ചു, നീ ചെറുപ്പത്തിൽ ഹൗളിങ്ങിലാണോ വളർന്നത്? നീന്തൽ നിനക്ക് സന്തോഷവും ആശ്വാസവും തരുന്നുണ്ടല്ലോ. അതിനർത്ഥം നീ ചെറുപ്പത്തിൽ അത് ധാരാളമായി ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇത് കേട്ട് ഷാവ്യാവ് പറഞ്ഞു, നിനക്ക് 9 തലകളല്ലേ? ആ 9 തലകളും വെച്ച് ചിന്തിച്ചതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ തോന്നുന്നത്. എന്നിട്ട് വിഷയം മാറ്റാനായി അവൾ പറഞ്ഞു, ആട്ടെ, എനിക്കൊരു സംശയമുണ്ട്. നിന്റെ ഈ 9 തലകളുണ്ടല്ലോ, അതെങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്? നേരെ നേരെയാണോ അതോ ഒന്നിനു മുകളിൽ ഒന്നായാണോ? അതുമല്ലെങ്കിൽ ഓരോ വരിയിലും 3 വെച്ചാണോ? നിനക്ക് വിശക്കുമ്പോൾ നിന്റെ ഏത് തലയാണ് ആദ്യം ഭക്ഷണം കഴിക്കുക? ഇത് കേട്ട് ഷാങ്ലിയോന് ദേഷ്യം വന്നു. അവൻ മന്ത്രം ഉപയോഗിച്ച് അവളെ നിശബ്ദയാക്കി. അവൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ എനിക്ക് മനുഷ്യരെ തിന്നുന്നതാണ് ഏറ്റവും ഇഷ്ടം. എന്റെ ഓരോ തലയ്ക്കും കഴിക്കാൻ നീ ധാരാളം മതി. ഷാങ്ലിയോ മനുഷ്യനെ തിന്നുമെന്നാണല്ലോ ആ നാട്ടിലെ കുട്ടികൾ പറയുന്നത്. ഇതും പറഞ്ഞ് ഷാങ്ലിയോ അവന്റെ ദംഷ്ട്രകൾ അവളുടെ കഴുത്തിൽ ആഴ്ത്തിയിറക്കി. ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.